ഒരു നിമിഷം എൻ്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരും, മാതാവേ, പിതാവേ, യുവാവേ, യുവതിയെ, സഹോദര സഹോദരി, പല നിലകളിലുള്ള ജീവിതമല്ലേ ഈ സഹോദരന്മാരെ ഉദ്ധരിച്ച് യേശുവിനെ എനിക്ക് വേണം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നവർ തങ്ങളുടെ രണ്ട് കരങ്ങൾ മാറോട് ചേർന്ന് വെച്ചു. അതുപോലെ ധാരാളം ആളുകൾ ഈ ഓഡിറ്റോറിയത്തിലൂടെ എൻ്റെ ഓർമ്മയിൽ അനേക വിവാഹങ്ങൾ ഈ ഹോട്ടലിലൂടെ നടത്തി അനേകരുടെ ജീവിതം ഇവിടെ വെച്ച് നന്നാകുന്നതിനൊക്കെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കി. ഇത് പകൽ നീ ഇവിടെ വന്നെങ്കിൽ ഞങ്ങളുടെ പദ്ധതിയല്ല, അത് ജീവനുള്ള ദൈവമാണ് നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നത്. ഈ വിവാഹം അതിന് മുഖാന്തരമാക്കി ദൈവം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ഉറപ്പായി പറയട്ടെ, നിനക്ക് അത്യാവശ്യമാണ് യേശുവിനെ വേണം. തീർച്ചയായിട്ടും നിനക്ക് യേശുവിനെ വേണം. ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ ഒന്ന് വിജയപ്പെടുത്തി ബാഹ്യമായിട്ടുള്ള എല്ലാത്തിനും ഒന്ന് മറന്നേ ബാഹ്യ കണ്ണുകളെ ഒരു നിമിഷം അടച്ച് നിന്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സഹോദരന്മാരെ കോൺസ് ഒരിക്കൽ കൂടി ഇവിടെ പാടുമ്പോൾ ആവശ്യമാണ്. എന്റെ രോഗത്തെ ഒന്ന് സൗഖ്യമാക്കണം. ഞങ്ങളോട് ചേർന്ന്
ദൈവസത്തിലേക്ക് ഉയർത്തിക്കൊള്ളു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈശ്വര സമർപ്പണ ശരീര രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ യേശുവോട് പറയണേ സൗഖ്യമാണ്. ക്യാൻസർ മുതൽ സകല രോഗങ്ങളും യേശു സൗഖ്യമാക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് കഴിയും. യേശു ഇന്ന് അത്ഭുത പ്രവർത്തിക്കും. യേശുവിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു തരുന്നു. അവൻ്റെ അടിപ്പിണലുകളാണ് നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. യേശുവിൻ്റെ വചനത്താൽ നമുക്ക് സൗഖ്യം വന്നു വരിക്കുന്നു. യേശുവിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു തരുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വിട്ട് വീണ്ടും വിളിച്ചു പറയുന്നു. അവൻ തന്റെ വചനം അയച്ച് സൗഖ്യമാകുന്നു. ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങളുടെ ഈ ഹോളിലായിരിക്കുന്ന, ഞങ്ങളുടെ ശബ്ദത്തിന്റെ പരിധിയിലായിരിക്കുന്ന, ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം ഉള്ളവരായി മാറിയിട്ട് ഇപ്പോൾ തന്നെ രോഗശക്തികൾ അവരുടെ ശരീരത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ അവർ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അനുഭവിക്കട്ടെ. കർത്താവെ, തകർന്ന ജീവിതത്തിലുള്ളവർ ഇന്ന് പകൽ യേശു ഉള്ളവരായി ഇവിടുന്ന് കടന്നു പോകുവാൻ അവിടുന്ന് കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവ തിരുവെഴുത്തിലൂടെ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നീ തന്നിരിക്കുന്ന ദൈവ വചനത്തിന്റെ അധികാരത്തിൽ ഇന്ന് പകൽ ഞങ്ങളുടെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന, ഈ ഹോളിനകത്തായിരിക്കുന്ന, പുറത്തായിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും അവർക്ക് നീ കൊടുക്കുന്ന ഭൂമിയിലെ ദീർഘായുസ് ദിനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാൽ അവരെ നിറച്ചാട്ട്, ഭൂമിയിലെ അനുഗ്രഹങ്ങളാൽ അവരെ നിറച്ചാട്ട്, ദീർഘായുസും ആരോഗ്യവും നീ അവർക്ക് നൽകിയാട്ട്, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ട്, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട്, ഇന്ന് മകനെ ശുശ്രൂഷ കടന്നു വന്നത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി അവിടുന്ന് തീർത്തതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ ധന്യമേറിയ നാമത്തിൽ പ്രിയപിതാവേ, ആമേൻ. ഇരുന്നാണ് ദൈവസന്നിധി. ഇവരുടെ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കാനും അത് അനുഗ്രഹമാക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കടന്നു വന്നിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും, വിശിഷ്യ പ്രിയ മോൻസുവിൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദീപികയുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ദീപികയുടെ ദൈവങ്ങളുടെ ദാനമായി നൽകുന്നു. അവരെ വളർത്തുവാനും പഠിപ്പിക്കുവാനും ദൈവിക മധ്യോപദേശത്തിൽ ദൈവവചനത്തിൻ്റെ പാതയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനും നിങ്ങൾ വളരെ പ്രാർത്ഥിച്ചു, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടു. സ്വതന്ത്രേ ദൈവം നിങ്ങൾ കഠിനാത്മാനത്തിന് നിങ്ങളുടെ അനുദേഹം ധാരാളം നന്ദിയും പ്രതിഫലവും നിങ്ങളുടെ കഷ്ടങ്ങൾ കഴിഞ്ഞകാല എഴുതികൾ മറക്കുവാണ്. സ്വതന്ത്രേ ദൈവം തൻ്റെ മഹത്വം ഈ കുഞ്ഞുങ്ങളിലൂടെ ഇവർ തുടങ്ങുന്ന കുടുംബത്തിലൂടെ അവരുടെ ജീവിതത്തിൽ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുന്ന ഏത് രാജ്യത്താണെങ്കിൽ
എനിക്ക് മുമ്പ് ശുശ്രൂഷിച്ച കർത്തദാസൻ പാസ്റ്റർ സാമിനെ ഓർമ്മപ്പെടുത്തിയതുപോലെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടത് ഏവരുടെയും ആവശ്യമാണ്. ഉയർച്ച, താഴ്ച, വെല്ലുവിളികൾ, വൈഷമ്യങ്ങൾ നമുക്കെല്ലാവർക്കും നേരിടാം. എന്നാൽ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തോട് ചേർന്ന് ഇറങ്ങി നിന്ന് പറയട്ടെ, അത്താണിയായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ. നമ്മുടെ മുമ്പിൽ വഴികൾ കാണില്ല. യേശുവിൻ്റെ മുമ്പിൽ പ്രശ്നത്തെ വയ്ക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു വഴിയുണ്ട്. മത്തായി സുവിശേഷം 16, 17, 18 അധ്യായങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ദാസൻ 16-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ഉദ്ധരിച്ചു. ബൈബിളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ചില അധ്യായങ്ങളാണ്. ആ അധ്യായം മാനേജ്മെന്റ് ചാപ്റ്റേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്നു. എങ്ങനെ കാര്യങ്ങളെ മാനേജ് ചെയ്യും. ഇന്ന് മോൻസൂനെ ദൈവം നേതൃത്വ പദവിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ദൈവം നേതൃത്വ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. കുടുംബമെന്ന ആ സ്ഥാപനത്തെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരികയും നിങ്ങൾ രണ്ടുപേരെയും വിശ്വസ്തരെന്ന് ദൈവം കണ്ട് ആ കുടുംബമെന്ന ദൈവം സ്ഥാപിച്ച ദൈവത്തിൻ്റെ സ്വത്തിനെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിനകത്ത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഒന്നിച്ച് അനുഭവിക്കണമെന്ന് മറ്റുള്ളവരിലേക്ക് അത് കൈമാറണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്നലകളിൽ ദൈവത്തിരുവിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ദൈവമുഖം അന്വേഷിച്ച നമ്മുടെ പിതാക്കന്മാരെ ഇതേ വിവാഹത്തെ സ്ഥാപിച്ച ദൈവം തന്നെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് വഴി നടന്നു. അവർ ഉയർച്ചകളും ദൈവങ്ങളോട് കൂടെ നിന്ന് താഴ്ചകൾ ദൈവങ്ങളോട് കൂടെ നിന്ന് ഒന്നും അറിയാതെ, ആരും അറിയാതെ, ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരായ മരുഭൂമിയിലൂടെ, കടലിൻ്റെ അനുഭവങ്ങളിലൂടെ, കൊടുക്കാറ്റിലൂടെ ഒക്കെ ഇവിടെ കടന്നു പോയിട്ട് പറഞ്ഞു. ആ സന്ദർഭത്തിലെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവം അവനോടൊപ്പം വിശ്വസ്തരായിരുന്നു. ഇന്നും ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ദൈവമുഖം അന്വേഷിക്കുന്ന അനേക മാതാപിതാക്കൾ സെർവ് ചെയ്യുന്നത് ദയവായി സെർവ് ചെയ്യുന്നു. പ്ലീസ് സെർവ് ചെയ്യുന്നു. ഇപ്പോൾ സെർവ് ചെയ്യുന്നു. താങ്ക് യു. അവരോടൊപ്പം നിന്ന കർത്താവ്, ഈ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന കർത്താവ്, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിതങ്ങളെ സമർപ്പിച്ച ദൈവത്തിന്റെ ജനത്തോടുകൂടെ കർത്താവ് കൊണ്ടിരിക്കുന്നു. ആ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. അത് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തേണ്ടതിന് യേശു പറഞ്ഞ വാക്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ലോകാവസാനത്തോട് എല്ലാം നടക്കും, ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ അർത്ഥം ഒന്നുകൂടെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോയാലിറ്റി ഇവനുള്ള എന്ന പദം അവസാനം എന്നതിനേക്കാൾ അവിടുത്തെ അർത്ഥം ഉദ്ദേശമുള്ള പദമാണ്. നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം പൂർത്തീകരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചെടുക്കുമ്പോൾ ഈ യേശു ദൈവത്തോടുകൂടെ നിങ്ങളുടെ പരസ്പരം ദൈവം അനുഗ്രഹമാക്കും. രണ്ട്, നിങ്ങളെ ഒന്നിച്ച് ദൈവം കൊണ്ട്